ഹേ പി എസ് സി ആസ്പിറൻസ്, വെൽക്കം ടു അനദർ സ്റ്റഡി ബ്ലോഗ്. കുറച്ച് ദിവസമായല്ലേ നമ്മൾ സ്റ്റഡി ബ്ലോഗ് ചെയ്തിട്ട്. ഇന്നലെ ഞാൻ ബുക്ക് സ്റ്റാളിൽ പോയിട്ടുണ്ടായിരുന്നേ. തൊഴിൽവാർത്തയും തൊഴിൽവീതിയും വാങ്ങാൻ വേണ്ടി പോയതാണ്. പക്ഷേ അതിൻ്റെ കൂടെ എന്തൊക്കെയോ വാങ്ങി. ഞാൻ കോച്ചിങ്ങിന് പോകുന്ന സമയത്ത് നമുക്ക് വീക്ക്ലി ഓരോ മോക്ക് ടെസ്റ്റ് വെച്ചിട്ട് തരുമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറും ഒയമാരൊക്കെ തന്ന് നമുക്ക് ഒരു എക്സാം ഹാളിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് എഴുതാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ക്ലാസ്സിന് പോകാത്തത് കൊണ്ട് അതൊരു കുറവായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു തൊഴിൽവാർത്തയും തൊഴിൽവീതിയും വാങ്ങിച്ചിട്ട് അതിൽ മോക്ക് ടെസ്റ്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാമെന്ന്. ഇന്ന് രാവിലെ സ്റ്റാർട്ടിങ് ഞാൻ അതാണ് ചെയ്തത്. എക്സാം എഴുതുന്ന സമയത്ത് മോർണിംഗ് എനിക്ക് എന്തോ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തോന്നിയില്ല. പിന്നെ അതിനുശേഷം കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഇപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്താൽ അതിൽ ആൻസർ കറക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് തെറ്റിയ ഭാഗം ഉണ്ടാവുമല്ലോ, അത് മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കണം. പിന്നെ ഒരു എക്സാമിന് സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തെറ്റിക്കാൻ പാടില്ല. നമുക്കിപ്പോൾ വരാൻ പോകുന്ന ലാബ് അറ്റൻഡർ ഉണ്ടല്ലോ, 10th മെയിൻസ്, അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ ചെയ്ത് നോക്കിയത്. ഇന്നലെ ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു. കുറച്ച് ദിവസം കുറച്ചധികം പഠിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഇന്നലെ എനിക്ക് പഠിക്കാനുള്ള ആ ഒരു മോട്ടിവേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ടു ഡു ലിസ്റ്റ് ഇടാഞ്ഞതും പെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ശരിക്കും സാറ്റർഡേ സൺഡേ ആണ് നമ്മൾ മോക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ടൈം. പക്ഷേ എനിക്കിത് ഇന്നലെ വാങ്ങിച്ചത് കൊണ്ട് ചെയ്ത് നോക്കാനൊരു ത്വര. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തന്നെ അത് വെച്ചിരുന്നു. ഈ മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക പിന്നെ തെറ്റിയതൊക്കെ പഠിക്കുക എന്ന് പറയുന്നത് ശരിക്കും ടൈം എടുക്കുന്ന ഒരു പരിപാടിയാണ്. ചെയ്ത് നോക്കാൻ നമുക്ക് 1.5 മണിക്കൂർ വേണം. അത് കഴിഞ്ഞ് ആൻസർ കറക്ഷൻ, പിന്നെ തെറ്റിയ കാര്യങ്ങൾ പഠിക്കാൻ അതിനും വേറെ ടൈം വേണം. ഇതിൻ്റെ ഇടയിൽ ഞാൻ തുണി വിരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ട്, ഇവിടെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ മഴയുടെ സൈക്കോളജി പ്രകാരം ഞാൻ ഇടുമ്പം മഴ പെയ്യും. അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആൻസർ ചെയ്ത് അത് ആൻസർ കറക്ഷൻ നടത്തി തെറ്റിയതൊക്കെ പഠിക്കാൻ എനിക്കൊരു 2-2.5 മണിക്കൂർ വേണം. എല്ലാവരുടെ കാര്യത്തിൽ ഇങ്ങനെ ആവണമെന്നില്ലേ. ഞാൻ കുറച്ച് സ്ലോ ആണ്, പൊതുവേ എല്ലാ കാര്യത്തിലും ഞാൻ കുറച്ച് സ്ലോ ആണ്. അപ്പോൾ പഠിക്കാൻ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഞാൻ പഠിക്കാം. പിന്നെ പഠിക്കുന്ന സമയത്ത് നോട്ട്സ് എഴുതണമെന്ന് ചോദിക്കുന്നവരോട് അത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടമാണ്. അത് നിങ്ങൾക്ക് ഏത് രീതിയാണോ പഠിക്കാൻ ഇഷ്ടം. ചിലർ നോട്ട് എഴുതി പഠിക്കുന്നവരുണ്ടാവും, കംപ്ലീറ്റ് നോട്ട് എഴുതുന്നവരുണ്ടാകും. അത് ശരിക്കും ടൈം കൺസ്യൂമിങ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം, ഞാൻ എങ്ങനെയാണ് നോട്ട് എഴുതുന്നതെന്നുള്ളത്. ഇതിപ്പം രാവിലെ ഞാൻ തൊഴിൽവാർത്തയുടെ ഒരു എക്സാം ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ എനിക്കറിയില്ല. അപ്പോൾ അതൊരു പദ്ധതിയായിരുന്നു. എൻപ്രൗഡ് എന്നാണ് ആ പദ്ധതിയുടെ പേര്. ഞാൻ ഷോർട്ട് നോട്ട് എഴുതുന്ന സമയത്ത് ആ ഒരു പദ്ധതിയുടെ പേരായ എൻപ്രൗഡ് എന്നുള്ളത് മാത്രമാണ് ഞാൻ എഴുതി വെച്ചത്. അതായത് നമ്മളിപ്പോൾ രാത്രിയിൽ റിവിഷൻ ചെയ്യുമല്ലോ, എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊരു ക്വിക്ക് റിവിഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം ടെക്സ്റ്റ് ബുക്ക് പഠിച്ചിട്ടുണ്ടാവും, റാങ്ക് ഫയൽ നോക്കിയിട്ടുണ്ടാവും, PYQ നോക്കിയിട്ടുണ്ടാവും, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, അങ്ങനെ എല്ലാ സബ്ജക്റ്റും, ഒരുവിധം എല്ലാ സബ്ജക്റ്റും, പകുതിയോളം സബ്ജക്റ്റും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ റിവിഷൻ നടത്തുന്ന സമയത്ത് 1/2 മണിക്കൂർ കൊണ്ട് ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം റിവൈസ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ എല്ലാ ബുക്സും എടുത്തിട്ട് നമ്മളെ ടേബിളിൽ കൊണ്ടുവച്ചിട്ട് ആ ഒരു റിവിഷൻ പോസിബിൾ അല്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു നോട്ട് മാത്രം എടുക്കും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് എൻപ്രൗഡ് ആണ്. അപ്പോൾ നമ്മളിങ്ങനെ റീകോൾ ചെയ്യുക, നമ്മൾ എന്താണ് പഠിച്ചത്, ആ ഒരു പദ്ധതി എന്തായിരുന്നു. എൻപ്രൗഡ് എന്നാണ് അതിൻ്റെ ആൻസർ. പക്ഷേ ആ പദ്ധതി എന്താണെന്ന് അറിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി എക്സാമിന് വരുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് വീടുകളിലെത്തി ഉപയോഗശൂന്യമായ മരുന്നുകൾ ശേഖരിക്കുന്ന കേരള സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ പദ്ധതിയാണിത്. പക്ഷെ നമ്മൾ ഇത് റിവൈസ് ചെയ്യുന്ന സമയത്ത് ഈ കറക്റ്റ് സെൻറ്റൻസ് ഒന്നും നമുക്ക് കിട്ടില്ല. എന്തോ ഒരു മരുന്ന് കളക്ട് ചെയ്യുന്ന ഒരു പദ്ധതി ആയിരുന്നു എന്ന് മാത്രമേ ഓർമ്മയുണ്ടാവും. അത്ര മതി, അത്രേ വേണ്ടൂ. അങ്ങനെ നമ്മളിപ്പോൾ വീക്ക്ലി റിവിഷൻ ചെയ്യും, മന്ത്ലി റിവിഷൻ ചെയ്യും. ആ ഒരു സമയത്ത് നമുക്കിത് എക്സാം ഹാളിലെ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരുമ്പോൾ നമുക്കിതിനെ ആൻസർ ചെയ്യാൻ പറ്റും. സാധാരണ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ ഓർത്തെടുക്കാനല്ലേ ശ്രമിക്കുക. പക്ഷേ ഇത് നേരെ തിരിച്ചിട്ടാണ്. നമ്മൾ ആൻസർ നോക്കിയിട്ട് എന്തായിരുന്നു അതിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് ഓർക്കാൻ ശ്രമിക്കുക. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റാക്കിയ ശേഷം ഞാൻ കറണ്ട് അഫെയർസ് എഴുതാൻ വേണ്ടിയിരുന്നു. ഇതെന്ന് പറയുന്നത് 2025 മെയ് മാസത്തെ കറണ്ട് അഫെയർസ് ആണ്. അപ്പോൾ എനിക്കൊരു 3-4 ദിവസത്തെ എഴുതാൻ ബാക്കിയുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഡെയിലി മിനിമം 20 കറണ്ട് അഫെയർസ് മാത്രമേ എഴുതാറുള്ളൂ. ചിലപ്പോൾ അതിൽ കൂടും, ചിലപ്പോൾ അതിൽ കുറയും. അപ്പോൾ അങ്ങനെ വരുമ്പം ചില ദിവസങ്ങൾ കുറച്ചധികം കറണ്ട് അഫെയർസ് വന്നിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ കൂട്ടി വെച്ച് ഇങ്ങനെ ബാക്കിയായതാണ് ഈ 3-4 ദിവസത്തെ കറണ്ട് അഫെയർസ് എന്ന് പറയുന്നത്. ജൂൺ സ്റ്റാർട്ട് ചെയ്തിട്ട് ജൂൺ മാസത്തെ എഴുതാൻ വേണ്ടി തുടങ്ങിയിരുന്നില്ല. പിന്നെ ഇങ്ങനെ കറണ്ട് അഫെയർസ് എഴുതി ടൈം കളയണമെന്ന് ചോദിച്ചാൽ ശരിക്കും വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ എൻ്റെ ഈ ഒരു ശീലം എന്ന് പറയുന്നത്, ഞാൻ ഫസ്റ്റ് ടൈം PSC കോച്ചിങ്ങിന് പോയ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇങ്ങനെ ഒരു റൂൾ ഉണ്ടായിരുന്നു, നമ്മൾ ഡെയിലി കറണ്ട് അഫെയർസ് എഴുതണം. അത് കുറച്ച് നാൾ അങ്ങനെ ഫോളോ ചെയ്ത് പിന്നെ ഞാനിപ്പോൾ PSC റീസ്റ്റാർട്ട് ചെയ്ത സമയത്തും വീണ്ടും അത് കൊണ്ടുവന്നു. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരുവിധം എല്ലാ ടെലിഗ്രാം ചാനൽസും മന്ത്ലി PDF, ഡെയിലി PDF, ഒരു 3 മാസത്തെ PDF എന്നൊക്കെ പറഞ്ഞിട്ട് ഇടുന്നുണ്ട്. ജസ്റ്റ് നമുക്കതൊന്ന് പ്രിൻ്റ് എടുത്ത് വായിക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ എനിക്കെന്തോ ഇതൊരു ശീലമായിപ്പോയി, നിർത്താനും പറ്റുന്നില്ല.
ഇത് ഈവനിങ് വരെയുള്ള എൻ്റെ ഒരു സ്റ്റഡി ബ്ലോഗാണ്. അങ്ങനെ എൻ്റെ മെയ് മാസത്തെ കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കതിനെ പിന്നടിക്കാം. വേറൊരു കാര്യം പറയാനുള്ളത്, എല്ലാവരും റിലാക്സ് ആയിട്ട് പഠിക്കാൻ നോക്കുക. എനിക്ക് എന്താണെന്നറിയില്ല, ഇപ്പോൾ ക്ലാസ്സിന് പോകാത്തതുകൊണ്ടാണോ അതോ വീട്ടിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, വല്ലാത്ത ടെൻഷൻ, ആങ്സൈറ്റി പോലുള്ള സംഭവങ്ങളൊക്കെ വരുന്ന പോലൊരു തോന്നൽ. അപ്പോൾ ഞാൻ ഇന്ന് മുതൽ ജേർണലിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് നാൾ എഴുതിയിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. അത് നമുക്ക് ടെൻഷൻ കുറയ്ക്കാനും കുറച്ച് റിലാക്സ് ആവാനും ഒക്കെ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. എനിക്കിതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല, ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഒരു 1 മന്ത് അല്ലെങ്കിൽ ഒരു 2 മന്ത് എഴുതിയതിന് ശേഷം എൻ്റെ ആ ഒരു ജേണി ഞാൻ നിങ്ങളുടെ അടുത്ത് ഉറപ്പായിട്ട് ഷെയർ ചെയ്യും. ഞാൻ പിന്നടിക്കാൻ കഷ്ടപ്പെടുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കട്ടി അധികമായിപ്പോയി, അത് അടിയുന്നുണ്ടായിരുന്നില്ല, അടിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ മെയ് മാസത്തെ കറണ്ട് അഫയേഴ്സ്. അതിൻ്റെ ഒരു ഫ്ലിപ്പ് ത്രൂ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെന്താണ്, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, മാക്സിമം റിവൈസ് ചെയ്യാം. പുതിയൊരു ബ്ലോഗിൽ കാണാം. ബൈ ബൈ ഗൈസ്. ഞാനിത് സാറ്റർഡേ സൺഡേ റിവൈസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരിക്കൽ കൂടെ ബൈ ബൈ ഗൈസ്. In the midnight glow where the stars align, we lose ourselves in the rhythm divine. Underneath the sky paint